അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷമ്മാസ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഷോപ്പിലേക്ക് പോകുന്നത്. എന്താണെന്നറിയില്ല, തൻ്റെ ഹിജാബിയെ കാണാൻ ഇപ്പോൾ കൂടെ കൂടെ കൊതിയാകുന്നു. പക്ഷേ പറ്റില്ലല്ലോ, അവൾ എനിക്ക് ഹലാലായില്ലല്ലോ. എന്നാണ് അവളെൻ്റെ ഹലാലാകുന്നത് റബ്ബേ? എത്ര ദിവസം ഇനി അതിനു വേണ്ടി കാത്തിരിക്കണം? ഷമ്മാസ് അതാ യാത്രക്കിടയിലും അവളെക്കുറിച്ച് ഓർക്കുകയാണ്. അവളുടെ ആ മനോഹരമായ കണ്ണുകൾ, അത് ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞിട്ടുണ്ട്. ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മാക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ്: മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ കൊണ്ടുവന്നോ, അതിന് നിനക്ക് കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പടച്ചിറപ്പേ, ഉമ്മയുടെ മനസ്സ് മാറരുതേ. ഇത്താത്തയുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല. ഇത്താത്ത പോയത് കൊണ്ട് ഇനി എന്താണാവോ? എന്തായാലും ഇത്താത്ത പോയിട്ട് 4-5 ദിവസമായി. നവാസ്കാക്കാണെങ്കിൽ ഉമ്മ അതിനെക്കുറിച്ച് പറയുമ്പോഴേ ദേഷ്യമാണ്. എന്തപ്പോൾ ചെയ്യുക? ഒന്നുമില്ലെങ്കിൽ 2 കുട്ടികളല്ലേ. ഉമ്മ പറയുന്ന പോലെ തന്നെ ആ മോളെ കാണുമ്പോഴാണ് സങ്കടം. എന്നാലും ഓളുമ്മാക്ക് എങ്ങനെയപ്പോൾ അതിനിട്ട് പോകാൻ തോന്നിയത്? ഇക്കാക്കയും അത്ര സഹി കെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പോയിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. കാരണം അത്ര സഹിച്ചത് കൊണ്ട് തന്നെയാണ്. എന്തോ ഒരു ശബ്ദമാണ് ഇത്താത്ത അവിടെ ഉണ്ടാകുമ്പോൾ, ഒരു അട്ടഹാസം പോലെ. അത് ഉമ്മയുടെ നേർക്കായാലും ഇക്കാക്കയുടെ നേർക്കായാലും അങ്ങനെ തന്നെ. ഇപ്പോഴിതാ എൻ്റെ നേർക്കും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ അവിടെ നടത്താൻ പാടില്ല. അപ്പോഴേക്കും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നിന്ന് കൊടുക്കണം. എന്നാൽ നല്ല ഇഷ്ടമാണ്. പറ്റാത്തതുണ്ടെങ്കിൽ ഉറക്കി വിളിച്ച് പറയുക. എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഞെട്ടിച്ച് നിർത്തുക. അങ്ങനെ ഒരു ഭരണം. എന്താ ഇപ്പം ഇങ്ങനെ അയാൾ ചെയ്യുക? ഉമ്മ എപ്പോഴും പറയും ഒരാളെ പേടിച്ചിങ്ങനെ നിൽക്കാനൊന്നാവില്ല. ഓൾക്ക് കുറച്ചേറെയാണ്. ഓള് പറയുന്ന പോലെ ഇവിടെ നടക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ പേടിച്ച് നിൽക്കണം. അതാണ്. അങ്ങനെ ഇപ്പം ഇങ്ങനെ കഴിയോ? എപ്പോഴും പറയാറുണ്ടായിരുന്നു നവാസ്കയോട്, മോനെ നവാസേ, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഓൾക്ക്, കുറച്ച് നിലക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ എനിക്ക് തന്നെയാണ് എൻ്റെ കേട്. ഇപ്പം കണ്ടില്ലേ, ഒന്നുമില്ലാതാണ്ട് ഇറങ്ങിപ്പോയി. ഒരു കുട്ടിയെ പോലും എടുക്കാതെ. ഇത്താത്ത പ്രസവിച്ച മോളല്ലേ, അവളെ പോലും ഇട്ടിട്ടാണ് പോയത്. അവൾ എൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ചെയ്യുക പഠിച്ചോനെ? നല്ല ബുദ്ധി നീ കൊടുക്ക്. അറിവില്ലായ്മ കൊണ്ടായിരിക്കും. ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതാ കാറോടിച്ച് പോവുകയാണ്. പഠിച്ച റബ്ബേ, ഇനി യാതൊരു തടസ്സങ്ങളും ഒന്നും ഉണ്ടാവരുതേ. ഇനി അതൊന്നും ഉണ്ടാകാതെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നിക്കാഹ് നീ നടത്തി തരണേ റബ്ബേ. എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നക്കാരി അതാ ഫസീലത്തെയാണ്. ഒന്നിനും സമ്മതിക്കുന്നില്ല. ഉമ്മയോട് സംസാരിക്കാൻ പറ്റില്ല. ഉമ്മയോട് സംസാരിക്കുമ്പോഴേക്കും മറ്റു പലതും തെറ്റിദ്ധരിച്ച് വന്ന് പറയും. എപ്പോഴും ഒരു ആങ്ങളുടെ മോളെക്കുറിച്ചുള്ള വർത്താനം. എൻ്റെ ഇഷ്ടം ഇവിടെ നടക്കൂല. അങ്ങനെ ലാസ്റ്റ് എന്നെക്കുറിച്ചത് പറയുക പോലും ചെയ്തു. ഷമ്മാസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല ആളൊന്നല്ല. ഏതൊരു പെണ്ണിനോട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഓനെ ഒരു ദീനിയായ ആളാണ്. അങ്ങനെയൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നാണം കെട്ട പോലെയായി. എന്തപ്പോൾ ചെയ്യാം? ഒരു പെണ്ണിനോട് ഒരിഷ്ടം തോന്നുകയെന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സഹജമാണല്ലോ. അത് ആർക്കാ എങ്ങനെ ഏതൊക്കെ എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് വിവാഹപ്രായമായി നിൽക്കുന്ന ഞാൻ, അതെ, ഒരു പെണ്ണിനോട് അതൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് അവളുടെ ആ ഒരു ദീനിയായ വസ്ത്രധാരണവും അവളുടെ ആ ഒരു അച്ചടക്കവും ലജ്ജയുമൊക്കെയാണ് എന്നെ അവളിൽ ആകർഷിച്ചത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടതും. കോളേജിൽ എത്രയോ പെൺകുട്ടികളുണ്ടല്ലോ. ഹേയ്, എത്രയോ സൗന്ദര്യമുള്ള ഫാഷനൽ ലോകത്ത് ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവരോടൊന്നും തോന്നാത്ത എന്തോ ഒരിത് എനിക്ക് അവളോട് തോന്നി. അതാണ് പഠിച്ചവനെ ഞാൻ ചെയ്ത തെറ്റ്. അല്ലാതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോഴന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, പഠിച്ചവനെ ഹയറാണെങ്കിൽ എനിക്ക് നീ അവളെ തരണമെന്നുള്ളത്. പിന്നീടാണ് അറിഞ്ഞത് അവൾ വിവാഹിതയാണ് എന്നുള്ളത്. അതിൽ ഒരുപാട് സങ്കടപ്പെട്ടു, വേദനിച്ചു. പക്ഷേ അവളുടെ ആ കണ്ണുകൾ എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലായിരുന്നു. പിന്നീടാണ് അത് അവരുടെ സാറ് തന്നെ എന്നോട് പറഞ്ഞത്. പാവം കുട്ടിയാണ്, അവൾക്ക് ഡൈവേഴ്സാണ്, അവളുടേതല്ലാത്ത കാരണത്താൽ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിനുള്ളിൽ എവിടേക്കോ ഒരു വെള്ളിടി പൊട്ടി. സത്യം പറഞ്ഞാൽ ഒരാളുടെ ഡൈവേഴ്സിൽ സന്തോഷിച്ചത് ഞാനായിരിക്കും, ഞാൻ മാത്രമായിരിക്കും. അവൾ ഡൈവേഴ്സാണ് എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. എന്താണെന്നറിയില്ല, ഒരിക്കലും ഞാനത് സന്തോഷിക്കാൻ പാടില്ലായിരുന്നു. ആ കാരണം മറ്റൊന്നുമല്ല, ഇനി എനിക്കവളെ സ്വന്തമാക്കാമല്ലോ എന്ന് കരുതിയത് കൊണ്ടായിരിക്കാം.
പഠിച്ചോനെ, ഞാൻ കരുതിയത് തെറ്റാണെങ്കിൽ നീ എനിക്ക് പുറത്തു തരണം. ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതാ പോവുകയാണ്, തൻ്റെ ഹിജാബിയെ കാണുമെന്ന പ്രതീക്ഷയോടെ. അന്ന് ഫസീല താമസിക്കുന്ന അവളുടെ ആങ്ങളയുടെ വീട്ടിൽ ആങ്ങളയുടെ വൈഫ് സുഹറയെ ഉപദേശിക്കുകയാണ്. സുഹറ, പിന്നെ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അവൾ എൻ്റെ പെങ്ങളാണ്. അവളെ നീ വല്ലാതെ അങ്ങ് പണിയെടുപ്പിക്കുന്നുണ്ടോ? വല്ലാതെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഓളോട്? അല്ല ഇക്ക, ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഈ ഒരു വീട് എന്ന് വെച്ചാൽ പുതിയ വീടാണ്. ഒരുപാട് സ്വപ്നം കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീട്ടിൽ കൂടുതലായി അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ടും ഒക്കെ എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. മറ്റത് രാവിലെ മോള് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നു പോവും. ഇപ്പോൾ അവളെ കണ്ടതിന് ശേഷം അവൾക്കും മടിയാണ്. പിന്നെന്താ ഞാൻ ചെയ്യുക? ഈ വീട്ടിലെ പണിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേ? പിന്നെന്താ, ഇവിടെ നിന്നോട്ട്, നമ്മൾ ഭക്ഷണം കൊടുക്കണില്ലേ? ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പണിയൊക്കെ എടുക്കണം. അതാണ് എൻ്റെ ഡിമാൻഡ്. എടീ, നീ അത് ഒരു കാര്യം മറക്കണം കേട്ടോ. പിന്നെ അതെൻ്റെ പെങ്ങളാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്. അവളെ നീ അങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഉപദ്രവിക്കേ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉമ്മാനും ഉപ്പാനും നോക്കണേന് ഞാൻ തടസ്സം പറയണില്ല. അവരെ നോക്കാം, അവർക്കുള്ള പൈസയൊക്കെ കൊടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ പട്ടികയിൽ പെങ്ങന്മാർ പെടൂല കേട്ടോ. പെങ്ങന്മാർ തന്നെ കെട്ടിച്ചയച്ചതാണ്. അവരിവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടൊരു വിഹിതം നൽകണം. സൂറ, ഈ എന്തേ പറയണത്? അതെ, ഓളും കുട്ടി ഇവിടെ നിൽക്കുന്നതിൻ്റെ ചിലവ് അത് തരണം, അല്ലയാൻ പറ്റൂല. അതെന്താ? ഓലെന്താ വലിയ പണക്കാരല്ലേ? ഓൽക്കെന്താ തന്നൂടെ? എന്താ, ഓൾക്കുള്ളത് നിങ്ങളുടെ അയച്ചു കൊടുത്താൽ പോരെ? അത്ര പാവങ്ങളൊന്നല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം എന്താ ഇവിടെ നൃത്തത്തിന് ഒരു അർത്ഥം? വെറുതെ ആരും നൃത്തമൊന്നുമില്ല. അതിനുള്ള കണക്ക് ഇവിടെ കിട്ടണം. സുഹറ, ഈ എന്തൊക്കെയാണ് ഈ പറയണത്? പിന്നെ എന്നെ ഇങ്ങോട്ട് വല്ലാതെ ചോദ്യം ചെയ്യാൻ വരണ്ട കേട്ടോ. അതെ, എനിക്കറിയാം ഇവിടെ ആര് നിർത്തുമ്പോൾ എത്രമാത്രം ഓൽക്കുള്ളത് കണക്കാക്കണം എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു തരാം. നിൽക്കണേന് കുഴപ്പമില്ല, അങ്ങനെ നിന്നോട്ടെ. അങ്ങനെ ക്യാഷ് കിട്ടണം. അല്ലെങ്കിൽ ഇവിടുത്തെ പണിയൊക്കെ നല്ലോണം എടുക്കണം. അങ്ങനൊരു വേലക്കാരിയുടെ റോളിൽ നിൽക്കണം. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. ഫുഡ് കൊടുക്കാം പോരെ? സുഹറ, എനിക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എനിക്കൊരു കൂടുതലില്ല. ഞാൻ കാര്യം പറഞ്ഞു. കാര്യം ഞാൻ ആരോടും പറയും. അതെൻ്റെ വീട്ടുകാരോട് വേണമെങ്കിലും ഞാൻ പറയും. ഞാനും നിൻ്റെ വീട്ടിലേ വെറുതെ അങ്ങനെ പോയിക്കലില്ല. ഞാനേ അഥവാ നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ തന്നെ ആണെങ്കിലും അവരെ കയ്യിൽ കൊടുക്കും. അല്ലാതെ വെറുതെ ഓസിക്കൊന്നും ഞാൻ പോയി നിൽക്കില്ല. പടച്ചോനെ, ഈ പെൺവർഗം മുഴുവൻ എങ്ങനെയാണോ? അവളാണെങ്കിൽ അങ്ങനെ, നീയാണെങ്കിൽ ഇങ്ങനെ. ഞാനിതെന്താ ചെയ്യുക? എല്ലാത്തിനും കുശുമ്പും പോരും അസൂയും. എന്താണിത് ഇങ്ങനെ? സത്യം പറഞ്ഞാൽ ഈ വർഗത്തെ വെറുത്തു പോയതുപോലെ. ഇക്ക, വല്ലാതൊന്നും പറയണ്ട. ഞാൻ കാര്യം പറഞ്ഞു. ഇതേ എൻ്റെ വീടാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. സുഹറ, ഈ എന്താ പറയണത്? നിൻ്റെ വീടെന്നോ? പിന്നെന്താ, എനിക്ക് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കി തന്ന വീട്, ഇതെൻ്റെ വീടാണ്. അപ്പോൾ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. പിന്നെ പെങ്ങളാന്ന് വിചാരിച്ചിട്ട് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. അത് ശീലമായി പോവും. അവൾക്ക് ഭർത്താവുണ്ട്, വേറൊരു മോളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ഒരു പെണ്ണ് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ലോണം പണിയെടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അതെനിക്ക് ശീലമായതാണ്. അതിനിപ്പോൾ നിങ്ങൾ തടസ്സം പറയാനും നിൽക്കണ്ട. പിറ്റേന്ന് രാവിലെ അതാ അവളുടെ നാത്തൂന് അടുക്കളയിലെത്തി ദോശ ചുടുകയാണ്. അപ്പോൾ അത് ഉറക്കെ വിളിച്ച് പറയുന്നു, ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി വെച്ചുണ്ടാക്കും വേണം. എന്തപ്പോൾ ഇത്, ഞാൻ അവിടുത്തെ വേലക്കാരിയോ? ബാക്കിയുള്ളവർ നല്ല സുഖമായി കിടന്നുറങ്ങുക. ആ ഒരു ശബ്ദമതാ ഫസീല കിടക്കുന്ന റൂമിലേക്ക് കേൾക്കുന്നു. അവൾ കുട്ടി ഉണർന്നിട്ട് ഒന്നും കൂടി പാല് കൊടുത്ത് ഉറക്കാൻ വേണ്ടി അവിടെ കിടന്നതായിരുന്നു. അത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എൻ്റെ ഇക്കയുടെ ഉമ്മ എത്ര ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ട്. ഒരിക്കൽ പോലും ഇങ്ങനെ അട്ടഹസിച്ചിട്ടില്ല നാത്തൂൻ്റെ പോലെ. ഇതെന്താ ഇങ്ങനെ? അവൾ പേടിച്ചുകൊണ്ട് അതാ കുട്ടിയെയും എടുത്ത് അടുക്കളയിലേക്ക് വരുന്നു. ഇത്താത്ത തെരി, ഞാൻ ചുട്ടോളാം. എന്നാ വേഗം ചുട്ടൂട്, അല്ലാതെ ഇങ്ങനെ ചൂടത്ത് നിൽക്കാൻ എനിക്ക് വയ്യ. എത്ര ചുട്ടുണ്ടാക്കണത്? കുറച്ചൊന്നും പോരല്ലോ. അവൾ ആ മാവ് ഫസീലയെ ഏൽപ്പിച്ച് അതാ സിറ്റ് ഔട്ടിൽ പോയിരിക്കുന്നു. അവിടെ പോയിരുന്ന് പത്രം വായിക്കുകയാണ്. കുട്ടിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് അതാ ഫസീല ദോശ ചുടുകയാണ്.
അത് കണ്ടുകൊണ്ട് ആങ്ങൾ അങ്ങോട്ട് വന്നു. ഫസീല, എവിടെ എൻ്റെ താത്ത? താത്തന്നെ ഏൽപ്പിച്ച് അങ്ങോട്ട് പോയി. അല്ല, ഈ കുട്ടിനെയും കൊണ്ട് ഈ ചൂടത്ത് നീ ഇങ്ങനെ ചുടുകയെ? എത്ര പണിയുണ്ട് നിന്ന് ചുടാൻ? ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ ചുട്ടോളാം. വേണ്ട കാക്ക, ഞാൻ ചുട്ടോളാം, ഞാൻ ഏതായാലും ഇവിടെ നിൽക്കല്ലേ. ഫസീല വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് അതാ അവളുടെ നാത്തൂന് വന്ന് പറയുന്നു, കറിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കോ, ചിക്കൻ ഉണ്ട് അതാ ഫ്രിഡ്ജിൽ. ഫസീലയാകെ കഷ്ടപ്പെട്ടു. കുട്ടി കരയുന്നുണ്ട്. എന്തപ്പോൾ ചെയ്യുക? പഠിച്ചോ എനിക്ക് കണ്ടറിഞ്ഞു തന്ന ശിക്ഷയാണെന്ന് അത് ആ ഫസീലക്ക് മനസ്സിലാകുന്നു. ചിക്കൻ എടുത്ത് വെള്ളത്തിലിടുമ്പോൾ കുട്ടിയെ അവിടെ താഴെ വെച്ച് കുട്ടി കരയുന്നുണ്ടായിരുന്നു. പക്ഷേ നാത്തൂന് ഒരു കുലുക്കവുമില്ല. ആങ്ങളുടെ മോളും അതുപോലെ. ഫസീലമ്മയെ, നല്ല പണി കിട്ടിയിരിക്കണല്ലേ. ചെയ്തോളി. മോളെ, ഈ കുട്ടിയൊന്ന് നീ പിടിക്കുമോ? കുട്ടി കരയാണ്, കുട്ടി നിലത്തിരുത്തിയിട്ട് കരയാണ് തണുത്തിട്ട്. അമ്മായിയെ, അതൊക്കെ ശീലാവണ്ടേ കുട്ടികൾക്ക്? അതൊക്കെ ശീലാവണേ. കുട്ടികളെ കുറച്ചൊക്കെ കരയണം. പിന്നെ അതുമല്ല, എന്നാലേ കുട്ടിക്ക് നല്ല എനർജി ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മേത്തെങ്ങനെ മൂത്രയിച്ചാലേ എനിക്ക് കോളേജിലേക്ക് പോകാനുള്ളതാ. പിന്നെ വീണ്ടും കുളിക്കേണ്ടി വരും. എനിക്ക് ഈ മൂത്രയിക്കുന്ന കുട്ടികളെ തന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അവളും അതാ തിരിഞ്ഞു നടക്കുന്നു. ഫസീലക്ക് ശരിക്കും സങ്കടമായി. എത്ര സുഖമായിരുന്നു എൻ്റെ ഇക്കയുടെ വീട്ടിൽ. ഞാനവിടെ ഭരിക്കുകയായിരുന്നു. അതെ, എത്ര സുഖമായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വരുമ്പോഴേക്കും പാവം ഇക്കയുടെ ഉമ്മ എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ച് പോയാൽ മതി. അതെ, ഒരു പാത്രം കൂടി നീക്കി വെക്കാറില്ല. അതിനൊക്കെയുള്ള ശിക്ഷ. ഇക്കയോട് എപ്പോഴും ഞാൻ ഉച്ചത്തിൽ സംസാരിക്കും. അതിനൊക്കെ പകരമായിക്കൊണ്ട് എനിക്കതാ ദുനിയാവും തന്നെ ശിക്ഷ കിട്ടുന്നുണ്ട്. പെട്ടെന്നതാ ഇത്താത്ത വരുന്നു. ഫസീല, എന്തായി, ചുട്ട് കഴിഞ്ഞോ? ചിക്കൻ എന്തായി, കറി റെഡിയായോ? വിശക്കനുണ്ടാവും ഇക്കാക്ക്. ഈ വേഗം റെഡിയാക്കിക്കൂട്, മോൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ. പിന്നെ ഭക്ഷണമൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. അവർ അതും പറഞ്ഞുകൊണ്ട് അതാ അപ്പുറത്തേക്ക് തന്നെ പോയി. ഫസീല നിൽക്കപ്പുറത്ത് ഇല്ലാതെയായി. ഇനി ഇവിടെ നിന്നാൽ ഇല്ല, ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല. എങ്ങനെയൊക്കെയോ വെച്ചു ചിക്കൻ കറിയൊക്കെ, ഒന്നും ഉണ്ടാക്കാറില്ല. അതും ദോശയുമെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. അവളുടെ നാത്തൂനതാ ആ ഒരു പാൽ പാക്കറ്റ് എടുത്ത് അവളുടെ നേരെ നീട്ടുന്നു. എന്നാ അതുകൊണ്ട് നല്ല സ്ട്രോങ്ങിൽ ചായ ഉണ്ടായിക്കോ, ഒരു വിത്തൗട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് പോകാനാണ് ഫസീലക്ക് തോന്നിയത്. അപ്പോഴേക്കും കുഞ്ഞ് കരച്ചിൽ തുടങ്ങിയിരുന്നു. അവളതാ പാല് തിളപ്പിച്ച് ചായ ഉണ്ടാക്കി അത് എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു. ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അതാ എല്ലാവരും നിൽക്കുമ്പോൾ ഫസീലയും ഇരിക്കാൻ നിൽക്കുന്നു. ഫസീല, മുറ്റടിച്ചൊരിട്ട് ചായ അടിച്ചാൽ മതി, ഞങ്ങൾ ആദ്യം കുടിക്കട്ടെ. അത് കേട്ടപ്പോൾ ഫസീലക്ക് ശരിക്കും സങ്കടമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹേയ് ഇല്ല, ഇനിയും ഞാനിവിടെ നിൽക്കില്ല. ഇനി ഇവിടെ നിന്നാലേ. അപ്പോഴേക്കും അതാ ആങ്ങളെ വരുന്നു. ഫസീല, നീ എവിടെ? ചായ കുടിക്കാൻ എന്താ? അവളെ മുറ്റടിച്ച് വരിയിട്ട് വന്ന് കുടിച്ചോളും. നിങ്ങൾ എന്തിനെത്ര ടെൻഷനാണ്? മഴയാണ് വരുന്നത്. മഴ പെയ്താൽ മുറ്റടിക്കാൻ പറ്റുമോ? എന്താടി നീ ഇങ്ങനെ? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നിൽക്കണമെങ്കിൽ പണിയൊക്കെ എടുക്കേണ്ടി വരും. ഏതായാലും വെറുതെ ഓസിക്ക് നിൽക്കല്ലേ, പിന്നെന്താ. ഫസീല ചൂലെടുത്ത് മുറ്റമടിക്കുവാനോ അതാ ഇറങ്ങുന്നു. കുട്ടി കരയുന്നുണ്ട്. എന്ത് ചെയ്യും? കുട്ടിയെ എടുക്കണോ അതോ മുറ്റടിക്കണോ? അതെ, കുട്ടീനെ കണ്ട് കൊണ്ടാ, ഞാൻ പിടിച്ചോളാം. കുട്ടി മൂത്രം വെക്കുമെന്ന പേടി. എനിക്കെന്താ പമ്പേഴ്സ് ഇട്ട് കൊടുത്താലേ? പമ്പേഴ്സ് ഒന്നും അല്ലേ? കെട്ടിയോനെന്താ അതൊന്നും പോന്നപ്പോൾ വാങ്ങി തന്നിട്ടില്ലേ? അച്ഛൾക്ക് ഇങ്ങോട്ട് പോരേ, അങ്ങനെ വേണ്ടത്? അതൊക്കെ വാങ്ങിക്കണേ. എന്താ കയ്യിൽ പൈസ ഇല്ലേ? ഇല്ലെങ്കിൽ പോയി കൊണ്ടിരിച്ചോ. അല്ല എന്താ, പമ്പേഴ്സ് ഇടാത്ത കുട്ടികളൊന്നും ഞാൻ എടുക്കൂല കേട്ടോ. അതിന് ഇട്ട് തന്നോ. അപ്പോഴേക്കും മുറ്റടിച്ച് വരുവാ. ഫസീല അതാ നിറഞ്ഞ മിഴികളിലൂടെ അതാ മുറ്റമടിച്ചു വരുന്നു. മഴത്തുള്ളി ശരിക്കുമുണ്ട്. അതെ, ഇത്താത്തയുടെ നിർദ്ദേശമാണ്. ഇല്ല, ഇത്താത്തയുടെ നിർദ്ദേശം അനുസരിക്കാതെ കയറി എങ്ങാനും വന്നാൽ പിന്നെ ചായയും തരില്ല. സത്യം പറഞ്ഞാൽ നല്ല വിഷപ്പുണ്ട്. പഠിച്ചോനെ, അനുഭവിച്ചു, കുറേ ഞാൻ അനുഭവിച്ചു. ഞാൻ അവിടെ ഭരിച്ചതിലും എല്ലാവരെയും ചീത്ത പറഞ്ഞതിലൊക്കെ പകരമായിക്കൊണ്ട് ഞാനിതാ ശരിക്കും അനുഭവിച്ചു. അവൾ മുറ്റമടിച്ച് അതാ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അല്ല ഫസീല, ഇതെന്ത് ശീലാണ്? എന്താ താത്ത? മുറ്റടിച്ചിട്ട് നേരിട്ട് ഭക്ഷണം കഴിക്കാൻ വരിക?
ഒന്ന് ഫ്രഷ് ആവൊന്നും വേണ്ടേ? കൈ കഴുകണ്ടേ? ഈ കൈ കഴുകണോ? ആ ഞാൻ കൈയൊക്കെ കഴുകിയല്ലോ. ആ എന്നാലും മുറ്റത്ത് നല്ല വരുന്നത്. ദാ അവിടെ അടുക്കളയിലിരുന്നോ, ഇവിടെ ഒന്നും ഇരിക്കണ്ട. എന്നാ ഈ പ്ലേറ്റ് ഇരുന്ന് കൊണ്ടേക്കോ. അതിൽ 2 ദോശയും കുറച്ച് കറിയും ഒഴിച്ചു കൊടുത്ത് അവിടെ അടുക്കളയിൽ പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞു. അവളുടെ എല്ലാ ഉശിരും അതോടുകൂടി തീർന്നിരിക്കുന്നു. ഫസീല ഇപ്പോഴതൊരു പാവം പെണ്ണായി മാറിയിരിക്കുന്നു. 2 ദിവസം കൊണ്ട് അവളെ നാത്തൂൻ ശരിക്കും പഠിപ്പിച്ചു. ഡൈനിങ് ഹാളിലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴുകി വെക്ക്. താത്തയുടെ വീണ്ടും നിർദ്ദേശം. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നവൾക്ക് മനസ്സിലാവുകയാണ്. പഠിച്ചോനെ, ഇനി എങ്ങോട്ട് പോകും ഞാൻ? എൻ്റെ ഇക്കയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? സ്വന്തമായി ഇറങ്ങിപ്പോന്നതാണ്. പക്ഷേ ഇക്ക എന്നെ വിളിച്ചിട്ടുമില്ല, തിരിച്ച് പോരണ ചോദിച്ചിട്ടുമില്ല. എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെ അടുത്ത് ഒരു ദിവസം പോലെ ഞാൻ നിന്നില്ല. അവരോട് തർക്കുത്തരം പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത്. എപ്പോഴും ആങ്ങള കട്ട സപ്പോർട്ടായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴിതാ ആങ്ങളെയും വല്ലാതെ ഒന്നും പറയുന്നില്ല. എല്ലാം താത്തയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. അന്ന് ആങ്ങളേതാ അവളോട് പറയുന്നു, എന്താ ഫസീല ഈ ഇവിടെ ഇരുന്നത്? ഇക്കാക്ക നിങ്ങൾ കേട്ടില്ലേ ഇത്താത്ത എന്നോട് പറഞ്ഞത്, അടുക്കളയിൽ പോയിരിക്കാൻ. അതിനെന്താ അവൾ പറയുന്നതിനൊക്കെ നീ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ നിൽക്കണോ? ഇക്കാക്ക, പിന്നെ എന്നെ കൂടുതൽ നീ ഇങ്ങനെ ഇക്കാക്ക ഇക്കാക്കാന്ന് വിളിക്കണ്ടട്ടാ. അത് അവൾക്ക് പറ്റൂല. എനിക്കും ചീത്ത കേൾക്കും. എന്നെയുള്ള ചീത്ത പറയും. കുറച്ച് അകലം പാലിക്കണം, നല്ലതാണ്. അതുകൂടി കേട്ടപ്പോൾ അവളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി. ഇനിയൊരിക്കലും ഇക്കാക്ക എന്ന് അവളുടെ മുമ്പിൽ നിന്ന് വിളിക്കണ്ട എന്ന്. വിളിച്ചാൽ ചീത്ത കിട്ടുമത്രേ. നിങ്ങൾ തന്നെ നിങ്ങളെ പെങ്ങളെ കേടെടുത്തുന്നത്. നിങ്ങൾ അവളെ വല്ലാതെ കൊഞ്ചിക്കും. ഇപ്പോൾ കണ്ടില്ലേ ഇറങ്ങിപ്പോ നിൽക്കുന്ന വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും എന്നുള്ളത് ഉറപ്പായപ്പോൾ അങ്ങനെയാണ് ആങ്ങൾ അവൾക്ക് നിർദ്ദേശം കൊടുത്തത്. ഫസീലേതാ പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകുന്നു. പിന്നെ നല്ലോണം വിമ്മൊക്കെ ഇട്ട് നല്ല ഉരച്ച് കഴുകിക്കോ. നല്ലോണം കറ പിടിച്ചിട്ടുണ്ടാവും പാത്രങ്ങൾ. ഞാൻ വല്ലപ്പോഴും ലിക്വിഡിലൊക്കെ ഒന്ന് കഴുകണതാണ്. നല്ലൊന്ന് ഉരച്ച് വെളുപ്പിക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് ചോറിനുള്ള വെള്ളം വെച്ചോ. ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ ഇവിടുത്തെ ശരിക്കും ഒരു പണിക്കാരിയായി തന്നെ മാറുമെന്ന് ഫസീലക്ക് മനസ്സിലാവുകയാണ്. ഇല്ല, ഇനിയും ഇവിടെ നിൽക്കുന്നത് അബദ്ധമാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അതുതന്നെയാണ് ബുദ്ധി. അവൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു, ചോറിനുള്ള വെള്ളം വെച്ചു. ഇക്കാക്ക ഏതാ ഡ്യൂട്ടിക്ക് പോകുന്നു. ഫസേ ഞാൻ പോട്ടെട്ടോ. പിന്നെ ഈ എന്നാ പോണത്? പോകാനയക്കണോ? സൂറത്താക്ക് ദേഷ്യം പിടിക്കൽ തുടങ്ങിക്കണ്. അതുകൊണ്ടാണ്. എന്നോട് എനിക്ക് സ്നേഹമില്ലായിട്ടില്ല. പോവുകയാണെങ്കിൽ എൻ്റെ മാപ്പിളിനെ വിളിച്ച് പോയിക്കട്ടോ. ഇക്കാക്കയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അവളുടെ ഹൃദയം തുളഞ്ഞു പോയി. ഹേയ്, എന്നോട് പോകാൻ വരെ പറഞ്ഞു. ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അതെ, ഇവിടെ ഇത്രയൊക്കെ പണിയെടുത്ത് നിന്നിട്ടും വേണ്ട. ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് നല്ലത്. പഠിച്ചോനെ, എങ്ങോട്ട് ഞാൻ പോകും? എവിടെയൊക്കെ തന്നെയായാലും കാണാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അതായിരിക്കും നല്ലത്. ആങ്ങളയുടെ മകളും അതാ കോളേജിൽ പോകുന്നു. ഫസീലമ്മയെ, പിന്നെ ഇവിടെ കുറച്ച് ദിവസം കാണുമല്ലോ അല്ലേ? പിന്നെ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ്ട്. വീടൊക്കെ പറ്റയക്കണേ. എൻ്റെ റൂമൊക്കെ നന്നായിട്ടൊന്ന് തട്ടിക്കൊട്ടി അടിച്ചൊരു തുടക്കണം കേട്ടോ. എനിക്ക് ടൈം ഉണ്ടാവില്ല, മുകളിലേക്ക് അങ്ങനെ വല്ലാതെ പോരുമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ളത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തോളൂ കേട്ടോ. ഏതായാലും നിങ്ങൾ ഇവിടെ ഉള്ളത് നന്നായി. മറ്റേതേ എനിക്ക് നല്ല പണി കിട്ടിയിരുന്നു രാവിലെ. അടിച്ചേരി തുടച്ചിട്ട് ഞാൻ പോലെ കോളേജിലേക്ക്. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അമ്മായി ഉള്ളത് നന്നായിട്ടാ. പിന്നെ പൊന്നാരമ്മായി ഞങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റൂമൊക്കെ കിടക്കുമ്പോൾ കിടന്നോളൂ കേട്ടോ. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, കുട്ടീനെ കിടത്തരുത് കേട്ടോ. കുട്ടി മൂത്രയിച്ചാൽ എനിക്ക് അറപ്പാണ്. എടീ, എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അനക്കും ഉണ്ടാവില്ല കുട്ടികൾ. അപ്പോൾ എല്ലാ കുട്ടികളും മൂത്രയിക്കണ കുട്ടികൾ തന്നെ കേൾക്കാരേ. അതിനിപ്പോൾ ആരെ കല്യാണം കഴിക്കണേ? നിങ്ങൾ തന്നെ നമ്മളൊന്ന് പറഞ്ഞ് പറ്റിച്ചതല്ലേ. അതെ, ഇനിയിപ്പോൾ കല്യാണം ഒന്നും കഴിക്കണ്ട. എനിക്ക് ഒരുപാട് ബോയ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കുറച്ച് കഴിയട്ടെ. എന്താ പപ്പത്തന്നെ ഇങ്ങനെ സെറ്റിൽഡ് ആയിട്ട് ഓല് പറയണം കേട്ട് ഇങ്ങനെ നിൽക്കാനോ? എനിക്കങ്ങനെ ഇഷ്ടമല്ല. എനിക്കെൻ്റെ എൻജോയ്മെൻറ്റാണ് ഇഷ്ടം. എനിക്കെൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക എൻജോയ്മെൻറ്റിലൂടെ. അതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇങ്ങനെ പേടിച്ചുകൊണ്ട് കഴിയാനൊന്നും എന്നെ കിട്ടൂല. കുട്ടി എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകരുതിട്ടോ, കിടക്കയിലൊന്നും ഇരുത്തരുത്. അവളുടെ നിർദ്ദേശം അത് ശരിക്കും ഫസീലക്ക് വല്ലാതെ അങ്ങ് നൊന്തു. ഹോ, എൻ്റെ ഈ പൊന്നു മോനെ എൻ്റെ വീട്ടിൽ എത്രമാത്രം, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എത്രമാത്രം കൊഞ്ചിക്കും.
എല്ലാവർക്കും എന്തിഷ്ടമാണ്, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിലാണ് രണ്ട് മക്കളെയും അവിടെ വളർത്തുക. ഇവിടെ എൻ്റെ കുട്ടി ഒരു വിലയില്ലാത്തൊരു കുട്ടിയായിപ്പോയി, പറ്റ ലോക്കൽ കുട്ടിയായ പോലെ. ഹേയ്, എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എനിക്ക് ശിക്ഷ തന്നെയാണ്, വേറൊന്നുമല്ല. എനിക്ക് മനസ്സിലാകണമൊക്കെ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അവരോടൊക്കെ. അത്രക്കും അഹങ്കാരമായിരുന്നു എനിക്ക്. കുറേയൊക്കെ അഹങ്കാരം കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ജോലിയും ചെയ്ത് ഇല്ല, എൻ്റെ കുട്ടീനെയും കരയിപ്പിച്ച് ശരിക്കും ഭക്ഷണമില്ലാതെ ഒരു വേലക്കാരത്തേക്ക് കിട്ടണ ഒരു സ്വാതന്ത്ര്യം പോലും എനിക്ക് കിട്ടണില്ല. അപ്പോഴേക്കും അതാ സുഹൃത്ത് വരുന്നു. എന്താ ഫസില ആലോചിക്കണേ? വേഗം അടിച്ചൊരു തുടച്ചോ. ഇന്ന് മുകളിലും ഒന്ന് നല്ലോണം അടിച്ചൊരു തുടച്ചാലട്ടോ. മോള് പറഞ്ഞിരുന്നു കുറച്ച് ദിവസം അയക്കണേ അങ്ങോട്ട് ചെന്നിട്ട് എന്നുള്ളത്. അവളുടെ റൂമൊക്കെ നല്ലോണം തട്ടിക്കൊട്ടി അടിക്കാൻ പറഞ്ഞിരിക്കണേ. അതെ, വൈകുന്നേരം വരെ ആക്കാൻ നിൽക്കണ്ട, എടുക്കണ പണി വേണ്ട എടുത്താൽ പോരെ. എന്തോരാക്കം പോലെ, അറിയാത്ത കുട്ടികളെ മാതിരിയാണ് ഓളെ കാട്ടിലുണ്ടാൽ. ഫസീല ഒരു പൂച്ചക്കുട്ടിയെ പോലെ എല്ലാം കേട്ടിരിക്കുകയാണ്. എന്തായിരുന്നു അവളുടെ നാവിൻ്റെ നീളം. അവളുടെ ഇക്കയുടെ വീട്ടിൽ നിന്ന് ഉമ്മയുടെ നേരെയും ഇക്കയുടെ നേരെയും എല്ലാവരുടെ നേരെയും ഇപ്പോഴിതാ അതിനൊക്കെ തടയിട്ടുകൊണ്ട് അവളുടെ നാത്തൂന് അവളെ ഭരിക്കുകയാണ്. ഒരിക്കൽ കൂടി അവളുടെ നാത്തൂന് വന്ന് പറയുന്നു, പിന്നെ കുട്ടിനെ കടിക്കലൊന്നും ഇരുത്തരുത് കേട്ടോ. അതൊക്കെ മൂത്രമൊഴിച്ചാലേ മഴക്കാലാണ്, ഉണങ്ങി കിട്ടൂല. പിന്നെ അതിൻ്റെ സ്മെല്ലും, എനിക്ക് കുട്ടികളെ തന്നെ ഇഷ്ടമല്ല ഈ പ്രായം. അതുകൂടി കേട്ടപ്പോൾ തനിക്കുള്ള എല്ലാ അവകാശങ്ങളും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിക്കണു എന്ന് മനസ്സിലായി. മറ്റത് എന്തായിരുന്നു, ഞാനും ഇക്കയും വീട്ടിലേക്ക് വരുമ്പോൾ കാറിൽ വന്നിറങ്ങുമ്പോൾ അല്പസമയം ഇക്കയുടെ കൂടെ ഒന്ന് ഇരിക്കുമ്പോൾ ഇത്താത്താക്ക് എന്തൊരു സ്നേഹമായിരുന്നു, എന്തെല്ലാം തരുമായിരുന്നു. ഇപ്പോഴിതാ 2 ദിവസം ഒന്ന് സ്ഥിരമായി നിന്നപ്പോഴേക്കും മൂപ്പത്തിയുടെ സ്വഭാവം ശരിക്കും ഒന്ന് മാറി. ഇതന്നെ നല്ലത്. അവനാൻ്റെ വീട്ടിലാവുമ്പോൾ പച്ചവെള്ളം കുടിച്ച് ജീവിക്കുകയാണെങ്കിലും അവിടെ തന്നെയാണ് നല്ലത്. അല്ലാതെ ആങ്ങളാരുടെ അടുത്തൊക്കെ നിൽക്കണേന് ഒരു പരിധി ലിമിറ്റും ഉണ്ട്. ഹേയ്, എൻ്റെ ഓരോ ബുദ്ധിമോശം കണ്ട് ഓരോ തോന്നൽ. ഞാൻ അപ്പത്തെ സുഖം നോക്കി ഇങ്ങോട്ട് നേരെ പോന്നു. ഇവിടെ ഞാൻ വിചാരിച്ചു സ്വർഗ്ഗമാണെന്ന്. പക്ഷേ 2 ദിവസം ശരിക്കും നിന്നില്ല, അപ്പോഴേക്കും തുടങ്ങി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുങ്ങണം. എങ്ങോട്ടാണ് ഞാൻ പോവുക? എൻ്റെ ഇക്കയുടെ വീട്ടിലേക്ക് പോകുന്നത് അത് ഒരു ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. ഞാൻ ഈ കുട്ടിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് വീണ്ടും അങ്ങോട്ട് ചെല്ലാന്നൊക്കെ പറയുമ്പോൾ ഹേയ്, പറ്റ മോശമാണ്. പിന്നെ ഇപ്പോൾ എന്താ റബ്ബേൻ്റെ കുട്ടീനായിട്ട് ഞാൻ കാട്ടുക? കുട്ടിക്ക് തിന്നാൻ കൊടുക്കണ്ടേ? അവൾ പലവട്ടം തൻ്റെ ഫോണിലേക്ക് നോക്കി. ഇല്ല, എൻ്റെ നവാസ്ക ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല. പലവട്ടം അവൾ വിളിക്കുവാനും മെസ്സേജ് അയക്കുവാനും നോക്കി. പക്ഷെ അവളുടെ വാശി അതിന് സമ്മതിക്കൊന്നുമില്ല. മോളെയൊക്കെ കാണാൻ പൂതിയാകുന്നുണ്ട്, എന്താ അറിയുന്നില്ല. പഠിച്ചോനെ, ഇക്ക എന്നെ എങ്ങാനും ഉപേക്ഷിച്ച് വേറെ പെണ്ണെങ്ങാനും കെട്ടുമോ? എനിക്കറിയില്ല. അവിടെ എല്ലാവരും അങ്ങനെയൊക്കെയാണല്ലോ. ഫൈസൽ ഇപ്പോൾ ആയത്തോളം ഉപേക്ഷിച്ച് കെട്ടി. ഇപ്പോഴാ ഞാൻ ഇറങ്ങിപ്പോന്നു എൻ്റെ ഇഷ്ടത്തിന്. എൻ്റെ ഇക്കാന്ന് വെച്ചാൽ അത്രക്കും ഒരു ജീവനത്തുല്യം സ്നേഹിക്കുന്ന ആളായിരുന്നു. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാണ്. പാവം എൻ്റെ ഇക്കയൊക്കെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിനൊക്കെ ഞാൻ ഖേദിക്കുകയാണ്. എന്നാലും എൻ്റെ ഇക്കാക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്നോടൊന്ന് വിളിക്കാതെ പറയാതെ? അല്ലെങ്കിലും ആണുങ്ങൾ അങ്ങനെ കാട്ടാൻ പാടില്ല. എൻ്റെ അടുത്ത് കുറച്ച് കൂടി പോയതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വേണ്ടില്ല, ഇവിടെ നിൽക്കാൻ കഴിയൂല. ഈ നരകത്തിൽ നിൽക്കുന്നേക്കാളും നല്ലത് എവിടേക്കെങ്കിലും ഇറങ്ങി പോവാണ്. ഒരിക്കലും ഈ നരകത്തിൽ ഞാൻ നിൽക്കൂല, അവൾ മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടെന്നതാ സുഹൃത്ത് വരുന്നു. എന്താ ഫസീല ആലോചിക്കണേ? വേഗം പണി ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തണുത്തുകൊണ്ട് നിൽക്കലൊന്നും മാറിയിട്ട് വേഗം ഒന്ന് ആക്റ്റീവായി ചെയ്തുകൂടെന്ന്. എനിക്കൊന്നൊരു പ്രോഗ്രാം ഉണ്ട്, ഞാനേ കുളിക്കാൻ പോവാണ്. കല്യാണമുണ്ട്, ആ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വരാം. പിന്നെ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ സെറ്റപ്പാക്കി വെക്കണം കേട്ടോ. ഞാനെന്തായാലും കുളിക്കാൻ കയറട്ടെ. അലക്കാനുള്ളതേ വാഷിംഗ് മെഷീനിലൊന്നും ഇടണ്ട, അതാ പുറത്തുനിന്ന് തന്നെ ഉണ്ട്. നല്ല കല്ലുമെന്ന് നല്ല അലക്കി ഇട്ടുകൊണ്ട് എന്നാലും നന്നാവുള്ളൂ. മോളുടെ കുറച്ച് അവിടെ ഉണ്ട്, എന്നാ എൻ്റെ ഡ്രസ്സും ഞാനങ്ങോട്ട് തരാം. ഫസീല കരുതി എനിക്ക് ശരിക്കും നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്താത്തേതാ കുളിക്കുവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുന്നു. ഇത് തന്നെയാണ് പറ്റിയ അവസരം. ആരുമില്ല. മോള് കോളേജിലേക്ക് പോയി, ഇക്കാക്ക ഡ്യൂട്ടിക്ക് പോയി. സുഹൃത്ത അതാ ബാത്റൂമിലേക്ക് കയറി. അവൾ ചുറ്റുഭാഗത്തും നോക്കി. ഇല്ല, ആരുമില്ല എന്നുറപ്പാക്കി. വീടിന് ഗേറ്റിന് പുറത്തേക്ക് വെറുതെ നോക്കി. അവിടെയും ആരുമില്ല.
അടുക്കള ഭാഗത്തേക്ക് നോക്കി. അവിടെയുമില്ല. വെള്ളം അടുപ്പത്ത് കിടന്ന് തിളക്കുന്നുണ്ട്. എന്നോട് അരി ഇടാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവൾ അരി കഴുകി അതിലേക്കിടുന്നു. കുട്ടിനെ എടുത്തു. തൻ്റെ ബാഗും എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. കൈകാലുകൾ വിറക്കുന്നുണ്ട്. എങ്ങോട്ട് പോകും ഒന്നും അറിയുന്നില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പോലെയായിരിക്കും. ഇക്കാക്ക് എത്തുന്നതിന് മുമ്പ്, എല്ലാവരും വരുന്നതിന് മുമ്പ്, ഇത്തയുടെ കുളി കഴിയുന്നതിന് മുമ്പ് ഇറങ്ങി കിട്ടിയാൽ കഴിച്ചിലായി. അവളതാ അവളുടെ ഡ്രസ്സുകളെല്ലാം ബാഗിൽ കുത്തി നിറക്കുന്നു. കുഞ്ഞിനെ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നു. അടുക്കള ഭാഗത്തുള്ള ഗ്രില്ല് ചാരിക്കൊണ്ട് അവളതാ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത്താത്ത പുറത്തെ ബാത്റൂമിലാണ് കുളിക്കുന്നത്. കുളിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ല, വെള്ളം ഒഴിക്കുകയാണ് തോന്നുന്നു. ഇപ്പോഴൊന്നും വരില്ല. അവൾ പതുക്കെ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴതാ വിളിക്കുന്നു, ഫസീല, ഫസീല, ആ മോട്ടർ ഒന്നിട്, വെള്ളം കഴിഞ്ഞിക്കണ്. അവൾ നെട്ടിത്തെറിച്ച് പോയി. ഹോ ഹോ, വല്ലാത്തൊരു. ഇറങ്ങിയപ്പോഴേക്കും വിളി കണ്ടില്ലേ. അവളതാ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. പിന്നെ അവിടെ തന്നെ നിന്നോ, പെട്ടെന്ന് അറിയായിരിക്കും. കിണറ്റിൽ നല്ലോണം വെള്ളം കൂടിക്കണ്, മഴ ആയതുകൊണ്ട്. അവിടെ നിന്നോ, അധികമൊന്നും വിട്ടു പോവണ്ട. പക്ഷേ അവളുടെ ആ ഒരു വാക്ക് വില കൽപ്പിക്കാതെ അവളതാ ഇറങ്ങുന്നു. ഇനിയും ഇവിടെ നിന്നാൽ തന്നെ ഇവിടെ പിടിച്ചിടും. ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ചെയ്യേണ്ടി വരും. ശരിക്കും ഭക്ഷണം പോലും തരാതെ ഒരു വേലക്കാരിയെ പോലെ, അറബി വീട്ടിലെങ്ങാനും നിൽക്കുന്ന പോലെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത്രക്കും പരിഗണന പോലും ഇല്ല. കഥ എവിടേക്കോ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ അനുഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കുട്ടിയുമായി അവൾ അവിടെ ഇറങ്ങുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. പടച്ച റബ്ബേ, ഫുള്ള് ക്യാമറയാണല്ലോ. ഈ ക്യാമറയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ഇവിടെ നിന്നൊക്കെ ചാടും? അതും ഓട്ടോമാറ്റിക് ഗേറ്റും എല്ലാ സൗകര്യങ്ങളും എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളവൾക്കൊന്ന് ചാടിപ്പോകാൻ വരെ ഒരു ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾ കുഞ്ഞിനെയും എടുത്ത് അതാ ഇൻ്റർലോക്ക് ഇട്ട ആ മുറ്റത്തേക്ക് പതുക്കെ കാൽ വെക്കുന്നു. ഉണ്ട്, ക്യാമറ ഈ ഭാഗത്തുണ്ട്. ശരിക്കും എല്ലാം പതിയും. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അതൊക്കെ പതിയും, ഉറപ്പാണ്. ഇത്താത്ത നല്ല കുളിയിലാണ്. കുളി കഴിയുമ്പോഴേക്കും, ടാങ്ക് നിറയുമ്പോഴേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഇനി ഇവിടെ തങ്ങേണ്ടി വരും. ക്യാമറ ഇല്ലാത്ത ഭാഗം ഏതാണെന്ന് അവൾ ഒരിക്കൽ കൂടി നോക്കി. അതെ, അടുക്കള ഭാഗത്തുള്ള ആ ഒരു മൂലയിൽ ക്യാമറയില്ല. പക്ഷേ അവിടേക്ക് പോകാൻ ഗേറ്റും ഇല്ല. ആകെ ഒരു 2 ഗേറ്റാണുള്ളത്. അത് രണ്ടും ക്ലോസ്ഡാണ്. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. ഒരു കോണി അതാ, അതിൻ്റെ മേലെ കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് കണ്ട് ചാടിയാലോ? പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? എനിക്കറിയുന്നില്ല. അവൾ കുട്ടിനെയും കൊണ്ട് പതുക്കെ അതാ ആ കോണി കയറുന്നു. അപ്പുറത്തേക്ക് വലിയ താഴ്ചയില്ല എന്ന് തോന്നുന്നു. വളരെയധികം ഹൈറ്റ് കുറഞ്ഞ ആ ഭാഗത്തേക്കാണ് അവൾ കോണി മാറ്റിവെച്ചത്. ആ കോണികൾ കയറി അവൾ അതാ അപ്പുറത്തേക്ക് തൻ്റെ കുഞ്ഞിനെയും എടുത്ത് ചാടി. ആ ഓ, കാലിൽ കല്ലോ എന്തോ കുത്തി കയറിയിരിക്കുന്നു. കുട്ടി ഒന്ന് കരഞ്ഞു. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? അവൾ കുഞ്ഞിനെയും കൊണ്ട് അതാ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, എങ്ങോട്ടെന്നില്ലാതെ. ഒരു ഓട്ടോ കിട്ടിയിരുന്നെങ്കിൽ വീട്ടിലേക്ക് നേരെ പോകായിരുന്നു. കാലിൽ നിന്ന് ചോര വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അതൊന്നും അവൾ ശ്രദ്ധിച്ചതേയില്ല. അവൾ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്ന് ഓടി മറഞ്ഞു. ഓ, രക്ഷപ്പെട്ടു പഠിച്ചവനെ. ആ നരകത്തിൽ ഇനി നീ എന്നെ കൊണ്ടുപോയിടരുതേ. എനിക്കതിനകത്തുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനിയും എന്നെ നീ പരീക്ഷിക്കല്ലേ. ഞാൻ എല്ലാത്തിനും മാപ്പ് പറഞ്ഞോളാം പഠിച്ചോനെ. എന്നെ ഇത്രയധികം എനിക്ക് ശിക്ഷ നീ നൽകിയല്ലോ. അവൾ പഠിച്ചവനോട് കരഞ്ഞു പറയുകയാണ്. അപ്പോഴതാ അവിടെ സുഹറത്തെ വിളിച്ച് പറയുന്നു, ഫസീല, ടാങ്ക് നിറഞ്ഞൊലിക്കണം. ഞാനിവിടെ പറഞ്ഞില്ലേ അവിടെ തന്നെ നിൽക്കാൻ. എന്ത് നീ എവിടെയാണ് ഫസീല? എന്താണ് ഇവളെവിടെ പോയി കിടക്കണം? എത്ര വെള്ളമാണ് പോണ്? കറണ്ട് ചിലവാവൂലേ? സുഹറത്ത അതാ ആ ഡ്രസ്സ് പുതച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇവളത് എവിടെ പോയി കിടക്കുക റബ്ബേ? എത്ര വെള്ളമാണ് പോയത്? കറണ്ട് എത്ര ആവും? ഉറക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് സുഹറത്ത അതാ പുറത്തേക്ക് വരുന്നു. ഒന്ന് മര്യാദക്ക് കുളിക്കാനും സമ്മതിക്കൂല. പെട്ടെന്ന് തന്നെ അവർ വർക്ക് ഏരിയയിലേക്ക് കടന്നപ്പോൾ വാതിൽ ചാരി വെച്ചിരിക്കുന്നു. ഇവളിപ്പോൾ എവിടെ പോയി കിടക്കുക? ഫസീല,
എന്തൊരു ചെവി പൊട്ടത്തിയാണിത്. ഹോ, വേണ്ടില്ലായിരുന്നു, എൻ്റെ പണിയാണ് ഇവിടെ നിർത്തിയത്. ആദ്യം തന്നെ കയറ്റണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ഒഴിവാക്കി വിട്ടാൽ മതിയായിരുന്നു. പാവല്ലെന്ന് വിചാരിച്ച് ഇവിടെ നിർത്തിപ്പോയി. ആ നനഞ്ഞ ഡ്രസ്സോടെ അവർ പോയിട്ട് അതാ മോട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഫസീലനെ കാണാനല്ല, എവിടെ പോയി പെറ്റെടുക്കുക അവള്? ഉറങ്ങിയിട്ടുണ്ടാവും വേണമെങ്കിൽ കുട്ടിനേറ്റ്. സുഹറ വേഗം ബാത്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി അതാ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. ഫസീലയെ വിളിച്ചുകൊണ്ട്, ഫസീല, ഈ പെണ്ണത് എവിടെ പോയി കിടക്കാറബ്ബേ? അകമാകെ തിരിഞ്ഞു, മുറ്റത്തും തിരിഞ്ഞു, മുകളിലത്തെ റൂമിലും തിരഞ്ഞു. പണിയെടുക്കാൻ പറഞ്ഞിട്ട് കണ്ടില്ലേ, വെള്ളമൊക്കെ ധാര്യമൊക്കെ തീമിട്ട് പോയിക്കണ്. എവിടൊക്കെ തെണ്ടി പോയതെന്നാവോ. അവിടെ മാകെ ഫസീലയെ സുഹറത്ത തിരയുകയാണ്. പഠിച്ചോനെ, ഇത് എന്തേലും കാട്ടിയിട്ട് ചെയ്തോ? എന്നാൽ പിന്നെ എൻ്റെ പേരിൽ കേസും വരും. വല്ലാത്തൊരു ലുൽമ്, വല്ലാത്തൊന്നിനാണ് തലയിൽ വെച്ച് കെട്ടിയത്. ആ ചങ്ങായിൻ്റെ പണിയാണ് ഇതൊക്കെ. പഠിച്ചോനെ, ഓരോ വണ്ടി വലിയെടുത്ത് തലയിൽ വെക്കും, കാണാതെ തന്നെയില്ല ആസത്തിനെ. നിറഞ്ഞു നിൽക്കുന്ന കിണറാണ്. സുഹൃത്തുക്ക് ചെറിയൊരു സംശയം. അവരിതാ കിണറിൻ്റെ അടുത്ത് പോയി അതിലേക്ക് പാളി നോക്കുന്നു. കൈകാലുകൾ വിറക്കാൻ തുടങ്ങി, ഹൃദയമിടിപ്പ് കൂടുന്നു. പഠിച്ചവനത് എവിടെ പോയി കിടക്കുക? വേഗം പോയി ഫോൺ എടുത്തു. ഇക്കാക്ക് വിളിക്കുന്നു. ഇക്കയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഇയാളിത് ഫോൺ എടുക്കാതിപ്പോൾ രണ്ടാമത് അടിച്ചപ്പോൾ വീണ്ടും അത് ഫോണ് ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. പിന്നെ അത് എടുക്കുന്നു. ഹലോ, എന്താ? അതെ, നിങ്ങളെ പെങ്ങളെവിടെ? ഓളെ കാണാനല്ലോ ഇവിടെ. ഓളവിടെ ഉണ്ടാവുമല്ലോ. ഈ എവിടേനിപ്പോൾ? ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിന്, മോട്ടറൊക്കെ ഇട്ട് ഓളെ ഏൽപ്പിച്ച്. ഓളിവിടെ മോട്ടറിൻ്റെ ഓഫാക്കാൻ ഒന്നിനും ഓളുണ്ടായില്ല. ഞാനിപ്പോൾ നനഞ്ഞ് വന്ന് ഓഫാക്കി. ഇങ്ങനത്തെ ഓരോന്നിനെ നിങ്ങൾ കെട്ടി വലിച്ച് കൊണ്ടുവരും. ഇനി മേലാൾക്ക് ഈ പണിക്കങ്ങൾ നിൽക്കരുതിട്ടോ. ഓളെവിടെ? ഓളെ കാണാൻ തന്നെ ഇല്ല. അവിടെയൊക്കെ നോക്ക് സുഹറ, ഓളെവിടെ? ഓളാ കുട്ടീനെയും കൊണ്ട് പോയി എവിടേക്ക് പോയത്? ഗേറ്റ് തുറന്നു നിൽക്കണോ നോക്ക്. ഇല്ല, ഗേറ്റൊക്കെ ഇതാ അത് ഓഫ് തന്നെയാണ്, ഒരു ഗേറ്റും തുറന്നിട്ടില്ല. പിന്നെ ഒന്നും കൂടി മുകളിലൊക്കെ പോയി നോക്ക്, വിളിച്ച് നോക്ക് ഒന്നും കൂടിയും. ഓളെ ഫോണിലേക്ക് വിളിച്ച് നോക്ക്. സുഹറ ആകെ പരിഭ്രാന്തിയിലായി. പഠിച്ചവനെ ഓരോന്നും ഇങ്ങോട്ട് തലയിൽ കെട്ടി വെച്ചിട്ട് ഓരോ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. നല്ല ചിലക്കൊന്ന് ജീവിക്കായിരിക്കും, അപ്പോഴത്തിന് ഓരോന്ന് വന്നിട്ട് കയറും, മനുഷ്യനെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ട്. അതാ ഫസീലയുടെ ഫോണിലേക്ക് സുഹറ വിളിക്കുകയാണ്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ്. പഠിച്ചോനെ, സ്വിച്ച് ഓഫ് ആണല്ലോ. ഇത് കേസാവുന്ന തോന്നുന്നത്, എനിക്കറിയില്ല. സുഹറ നേരെ ഭർത്താവിനെ വിളിക്കണേ. മനുഷ്യ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ? മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്നിനെ കൊടുന്ന് ഇവിടെ ഇട്ടിട്ട്. ഞാനിപ്പോൾ വരാം, അവിടെ നിൽക്ക്. ബേജാറായിക്കൊണ്ട് അതാ ഫസീലയുടെ ആങ്ങള പെട്ടെന്ന് കാറിൽ എത്തുന്നു. ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്നു. എവിടെ? ഓളെവിടെ? ഓളെവിടേക്ക് പോയത്? ഫസീല വീടിൻ്റെ ചുറ്റുഭാഗത്തുമായി ആങ്ങളേതാ നടന്ന് വിളിക്കുന്നു. റൂമുകളിലെല്ലാം തിരഞ്ഞു, മുകളിലും തിരഞ്ഞു. ഇല്ലട്ടാ, കാണുന്നില്ല. ഓളെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ, സ്വിച്ച് ഓഫ്. പഠിച്ചോനെ, എന്ത് ചെയ്യും? എൻ്റെ പണി തന്നെയാണ്. എനിക്ക് കുറച്ച് മയത്തിലൊക്കെ ഓളോട് നിൽക്കാമായിരുന്നു. ഈ എല്ലാ പണിയും ഓളെ ഏൽപ്പിച്ച് ഓളെ ബുദ്ധിമുട്ടാക്കി. അതുകൊണ്ടാണ് ഓൾ ഇറങ്ങിപ്പോയത്. അതിന് ഇറങ്ങിപ്പോയതാണോ അല്ലേന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്ന് നോക്കി എന്തെങ്കിലും കാട്ടിക്കണമെന്ന് ആർക്കും അറിയാം, മനുഷ്യനെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട്. സുഹറ, ഈ ഒന്ന് അടങ്ങ്. ഈ ഒരു സമയത്ത് ടെൻഷനുള്ള സമയമാണ്. ഈ ഓരോന്ന് തൊള്ളി തോന്നി പറയരുത് കേട്ടോ. ഞാൻ പറയണമെന്നില്ല, നിങ്ങളെ പെങ്ങളെന്നല്ലേ ഓരോന്ന് കാട്ടിക്കൂട്ടി പോയത്. എവിടെയായിരിച്ചു നിൽക്കണ്? കണ്ടുപിടിച്ചോളി. പിന്നെ ഞാൻ ആയതിന് കാര്യം പറഞ്ഞുതരാം. ഒരു കാര്യത്തിനും ഞാൻ ഉത്തരവാദി ആവൂലട്ടാ. നിങ്ങളാണ് ഇവിടെ കൊടുന്നത്, അപ്പോൾ നിങ്ങളായിരുന്നു ഓളെ സംരക്ഷിക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഓളെ പിന്നാലെ നടക്കാൻ പറ്റുമോ? ഇതിലെന്ത് പറ്റിക്കണമെങ്കിലും ഞാൻ ഒരിക്കലും ഉത്തരവാദി ആവില്ല. അതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട. സുഹറ അവളുടെ ഭർത്താവിനെ ദേഷ്യം പിടിച്ച് ഓരോന്ന് പറയുകയാണ്. ഫസീല എങ്ങോട്ടാണ് പോയത്? അവളുടെ വീട്ടിലേക്കോ അതോ നവാസ്കയുടെ വീട്ടിലേക്കോ? ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. അവളുടെ സ്വഭാവമെല്ലാം മാറി അവൾ നല്ല രീതിയിൽ തിരിച്ചു വരുമോ, അതോ വളരെയധികം വിഷമകരമായ വാർത്ത കേൾക്കുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.